അതാ ഇവിടാണ് പ്രശ്നം. ആ ചെങ്ങായിനെ ലോറിക്കാരനൊക്കെ ഉണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് എൻട്രി 500 മീറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് എൻട്രി അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അത് കണ്ടെങ്കിൽ അടിപൊളി ഇപ്പം നേരെ നടന്ന അപകടമാണെന്ന് തോന്നുന്നു. ഇപ്പം നേരെ അവിടെയൊക്കെ എന്തൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലെക്കും ലഗാനില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? കാറിൻ്റെ മുൻഭാഗം തന്നെ അല്ലേ അതാ ഒക്കെ തെറിച്ച് പോയിട്ടുണ്ട്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ മലാപ്പറമ്പ് സർവീസ് റോഡിൻ്റെ വർക്കിലെടുത്താട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ വീഡിയോ എങ്ങനെ ആരംഭിക്കുന്നു. തൊട്ടടുത്തല്ല, ഞാൻ കുറച്ചപ്പുറത്താട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് അവർ മുകളിൽ നമ്മുടെ കോറി വേസ്റ്റുകളൊക്കെ ഇട്ട് നിറച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങോട്ട് ഇതാ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക്, അതായത് ആ ഹോൾസിലേക്ക് ഗ്രൗട്ട് ഒഴിക്കുന്ന ജോലികൾ അവിടെ നടക്കുന്നുണ്ട്. ഗ്രൗട്ട് ഒഴിക്കുന്ന ജോലി എങ്ങനെ അറിയാം? 8 മീറ്റർ കമ്പി അതിലേക്ക് ഇട്ടതിന് ശേഷം ആ ഹോൾസ് ആദ്യം ഇടുക, അതിലേക്ക് 8 മീറ്റർ കമ്പി ഇട്ടതിന് ശേഷം ആ കമ്പിക്ക് കവറിങ് ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഹരാണ് കാണാൻ. അതിലേക്കതാ നമ്മുടെ കോൺക്രീറ്റ് മെഷീൻ, അതിൽ ഗ്രൗട്ടാട്ടോ, ഓൺലി സിമെൻറ്റ് ഗ്രൗട്ടാണ്. അതിലൊരു കെമിക്കൽ ചേർക്കുന്നുണ്ട് ക്രാക്ക് വീഴാതിരിക്കാനും, അതിലേക്ക് പിന്നെ കമ്പിൻ്റെ അടുത്തേക്ക് വെള്ളം എത്താതിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതുകൂടാതെ ആ ഹോൾസ് നമ്മുടെ കുറച്ച് ആ ഉള്ളോട്ട് ചെരിഞ്ഞിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഗ്രൗട്ട് അതിലേക്ക് നിറയുന്നത്. കറക്റ്റ് ലെവലിൽ ആ ഹോൾസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിറയില്ലല്ലോ, പകുതി ഭാഗത്തേ നിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഫുള്ള് ഹോൾസുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹോൾസുകൾ ഉണ്ട് കേട്ടോ. ഏകദേശം 2 അടി വിട്ടിട്ടാണ് ഹോൾസുകൾ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നുണ്ടെങ്കിൽ 2 അടി അകലെ കാണുള്ളൂ. മുകളിൽ കൂടി നമ്മുടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഏകദേശം ഒരു 3 മീറ്റർ വീതിയിലുള്ള റോഡാണ് അതിൻ്റെ മുകളിൽ കൂടി പോകുന്നത് തോന്നുന്നു. എന്തായാലും മുകൾ ഭാഗം വരെ ഷോർട്ട് ക്രീറ്റ്, അതായത് നമ്മുടെ സിമൻറ്റ് കെമിക്കലൊക്കെ കൂടി സ്പ്രേ അടിച്ച് പറ്റി പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉഷാറാട്ടോ. ഉഷാറാകുന്ന പറഞ്ഞാൽ ഇനിയിപ്പം സ്റ്റാർട്ടിങ് തുടക്കം അവർ അതിൻ്റെ മുകളിൽ ഒരു സ്പ്രേ അടിക്കും. അവർ കെമിക്കലും എല്ലാം കൂടി മെഷീനിൽ അത് സ്പ്രേ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ റസ്റ്റ് പിടിക്കാത്ത നെറ്റുകളുണ്ട്. ആ നെറ്റ് കംപ്ലീറ്റ് കെട്ടുട്ടോ. അതിന് ശേഷം പിന്നെ 3 ഇഞ്ച് 4 ഇഞ്ച് തിക്കിൽ മൊത്തം അടിച്ചിട്ട് സെറ്റ്. പിന്നെ അതുകൂടാതെ നല്ല ചെങ്കൽപ്പാറ കേട്ടോ. ചെങ്കൽപ്പാറ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചെങ്കൽപ്പാറിൻ്റെ മുകളിൽ ഷോർട്ട് ക്രീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം എന്ന് തന്നെ പറയട്ടോ, നല്ല ഈട് നിൽക്കുന്നതായിരിക്കും. പക്ഷെ മണ്ണിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ് അവർ ഒന്നുകൂടി പല ഭാഗത്തും, വടകര ഭാഗത്തൊക്കെ ചില ഭാഗത്ത് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സേഫാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാട്ടോ. നല്ല മെഷീൻ കല്ലിന് പറ്റിയ സാധനം മുകൾ ഭാഗത്തേക്കൊക്കെ. അടിയിലേക്ക് പിന്നെ കുറച്ച് ഉറപ്പ് കുറഞ്ഞിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അടിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സാധാരണ ഇതിൽ ഇവിടെയൊക്കെ ഒരു കിണർ കുഴിക്കുന്ന സമയത്ത് അടിയിലേക്ക് ചീടിപ്പാറായി മാറും. പക്ഷെ അത്ര ഉറപ്പൊന്നും കുറഞ്ഞിട്ടില്ല. എന്നാലും ആ ഷോർട്ട് ക്രീറ്റിൻ്റെ ആ കമ്പിൻ്റെ പവറിൽ 8 മീറ്റർ കമ്പിൻ്റെ പവറിൽ അത് നിൽക്കുന്നതായിരിക്കും കേട്ടോ. അതാ ഹോൾസിൽ ഗ്രൗട്ട് നിറഞ്ഞിട്ട് ഒലിക്കുന്നതാ. നമ്മുടെ ഓസ് മോട്ടർ ഇട്ട് ഓസ് കൂടി എങ്ങനെ ഗ്രൗട്ട് മുകളിലേക്ക് എത്തിക്കുക, പരിപാടി ഉഷാറ്. ആ ഭാഗം നമ്മുടെ 6 വരിപ്പാത 3 വരിപ്പാത അവർ ഒരു വരിയായിട്ട് ഇവിടുന്ന് ചുരുക്കുന്നുണ്ടോ. അവരുടെ വാഹനങ്ങളും അവരുടെ വർക്ക് എടുക്കാനുള്ളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വരിയേ ഉള്ളൂ. അവിടുത്തെ വരുന്ന വാഹനങ്ങളൊക്കെ അവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കട്ടോ. അങ്ങനെ പാഞ്ഞങ്ങനെ പോണ്ട. അവിടെ പാച്ചാക്കിൽ ജംഗ്ഷന് അങ്ങോട്ടും ഇങ്ങോട്ടും പല കോലത്തിലാണ് അവിടെ വാഹനങ്ങൾ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ അപകട മേഖലയാണ്. നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. എന്നാലും ഇവിടെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ വീണ്ടും പറഞ്ഞു പോട്ടാ. ഇവിടെ അതാ ഫൈനൽ ലാസ്റ്റ് ആ ലെയർ ലാസ്റ്റിലേക്കായിട്ട് ചെറിയ മെഷീൻ കൊണ്ട് സോയിൽ നെയിലിംഗ് ഹോൾസ് ഇടുന്നുണ്ട്. മുകൾ ഭാഗത്തേക്കൊക്കെ അതാ നമ്മുടെ ഇതൊക്കെ റസ്റ്റിലാട്ടോ. ഇനി ഇതൊക്കെ അടിയിലേക്ക് പോയിട്ട് അവിടുന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം അടിയിൽ ചെയ്യാം. ഈ മണ്ണ് മാറ്റുന്നതിന് മുമ്പ് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യോ ഇല്ല എന്നാണ് എനിക്കറിയേണ്ടത്. അത് അങ്ങനെ തന്നെ തോന്നുന്നു. അവർ മണ്ണ് ഇനി ഫുള്ള് മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റിലേക്ക് ചെയ്യേണ്ടത്. ഇതാകുമ്പോൾ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തെ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും അടിയിലേക്ക് എന്ന്
തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ലെയറായിട്ടാണ് അവർ ചെയ്യൽ. എന്തായാലും ഷോർട്ട് ട്രീറ്റിൻ്റെ വർക്ക് കാണാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഷോർട്ട് ട്രീറ്റിൻ്റെ വർക്ക് നല്ല വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരുന്നതായിരിക്കും. അവിടെ ആ തലക്കൽ മണ്ണിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണ് അടിയിലേക്ക് താത്തുകയാണോ, അല്ലെങ്കിൽ കുറച്ച് 2 അടിയും കൂടി താത്തുകയാണോ? ഇനി നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം. നമ്മളെ മലാപ്പറമ്പ് ഭാഗത്തേക്കും, മലാപ്പറമ്പ് ഓവർപാസിൻ്റെ മുകളിൽ പോയി കയറിയിട്ട് ഒരു വീഡിയോ എടുക്കട്ടെ. വാഹനങ്ങളുടെ നീക്കുപോക്കുകളൊക്കെ ഒന്ന് കാണാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ വലിയ ഒരു ഉപകാരമായിരിക്കും. പിന്നെ കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒരു 10 വരിയിൽ കുറയാത്ത കമൻറ്റുകളായിക്കോട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവരെ സ്ഥിരമായിട്ട് കാണുന്നവരും പിന്നെ നല്ല കമൻറ്റുകളൊക്കെ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ നന്ദി അറിയിക്കാൻ നമ്മളെ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന. എന്തായാലും നമ്മുടെ വീഡിയോ അത്ര പെർഫെക്റ്റ് ആൻഡ് വോയിസ് കറക്റ്റ് ഒന്നല്ല എന്നുള്ള നമുക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ കോഴിക്കോട് ഭാഷ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ നല്ല നല്ല കമൻറ്റുകൾ ഇടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. മലാപ്പറമ്പ് ഓവർപാസിൻ്റെ മുകളിലുള്ള ടാറിങ്, 2 ഭാഗത്തുള്ള ജംഗ്ഷൻ്റെ എല്ലാ ഏരിയയിലുള്ള ടാറിങ്ങളൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഓവർപാസ് ആ ഭാഗത്തുള്ള ടാറിങ്, അതുപോലെ മാർക്കിങ്, എല്ലാ പരിപാടികളും ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ മുകളിൽ ജപ്പാൻ്റെ പൈപ്പ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന പരിപാടി. ആദ്യമുള്ള പൈപ്പ് ഇതപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലാട്ടോ ഇതൊക്കെ ചെയ്തു വെച്ചത്. എന്തായാലും നമ്മുടെ ഓവർപാസിൻ്റെ മുകളിൽ കൂടിയാണ് ഇത് പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ 6 വരിപ്പാതയിലേക്കുള്ള കാഴ്ച അതൊന്ന് നോക്കട്ടെ നമുക്ക്. വൈകുന്നേരം എന്തൊരു രസമല്ലേ കാണാൻ. ഇതിൻ്റെ മുകളിലൊക്കെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഓവർപാസിൻ്റെ ഉള്ളിൽ വന്ന് ഇങ്ങനെ നോക്കിക്കുക. പോലീസുകാരോട് നല്ല പണിയും കിട്ടും. ഇടയ്ക്ക് നോക്കാൻ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോകുന്നത്. അവിടെ ആ ബോർഡിൻ്റെ മുകളിലേ നമ്മൾ പണ്ട് വീഡിയോ ചെയ്ത വേങ്ങേരിയിലേക്കുള്ള വഴി അവിടെ അവർ ഏറോ മാർക്കൊക്കെ മാറ്റിയിട്ടോ. അതിൻ്റെ ഇടയിൽ കമൻറ്റ് ആരോ ചെയ്തിരുന്നു അത് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഏറോ മാർക്കൊക്കെ മാറ്റി സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്ത് വേങ്ങേരിയിലേക്കുള്ളത് ഇങ്ങോട്ട് ആ സർവീസ് മറ്റേ നമ്മുടെ എൻട്രിയുടെ ഭാഗത്തേക്കായിട്ട് അവർ കൊടുത്തത്. പക്ഷെ അവിടെ എക്സിറ്റ് അല്ല, എൻട്രി ആണ്. എക്സിറ്റാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ മുമ്പ് വേറൊരു പാസ് ഉണ്ട് കേട്ടോ. അത് എക്സിറ്റ് ആയിട്ട് അത് എല്ലാത്തിനും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എൻട്രി എന്നാണ് അവിടെ എഴുതി വെച്ചത്. യെസ്, എന്തായാലും അവിടെ പോയി വെക്കാം നമുക്ക്. മലാപ്പറമ്പിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് എന്താണ് എഴുതി വെച്ചത്, അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. എനിക്ക് ഇതിൻ്റെ മുമ്പ് എനിക്ക് സംശയമുള്ളൊരു കാര്യമായിരുന്നു. അവിടെ ഒരു ഒഴിവിട്ടിക്കണ്. അത് ശരിക്കും ഫിക്സഡ് ആയിട്ടുള്ള എൻട്രി ആണോ എക്സിറ്റ് ആണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പം അവിടെ പോയിട്ട് ഉറപ്പ് വരുത്താം. യെസ്, ഇവിടെ എക്സിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതേതായാലും നല്ലൊരു കാര്യമാണ്. സ്ഥിരമായിട്ട് ആവുകയാണെങ്കിൽ ഉഷാറായി. സ്ഥിരമായിട്ട് ആകുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ അതാ ഇവിടെയാണ് പ്രശ്നം. ആ ചെങ്ങായിനെ ലോറിക്കാരനൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ പ്രത്യേകിച്ച് എൻട്രി 500 മീറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് എൻട്രി അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അത് കണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നേരെ നടന്ന അപകടമാണെന്ന് തോന്നുന്നു. ഇപ്പം നേരെ അവിടെയൊക്കെ എന്തൊക്കെയോ പൊട്ടി കിടക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലക്കും ലഗാനില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ ഏതാ തൊട്ടടുത്ത് അവിടെ ഹമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹമ്പ് കൊടുത്തിട്ട് കണ്ടോ ആ ചെങ്ങാടാണോ കാറുകളൊക്കെ പോകുന്നുണ്ടോ. ഇതാണ് അവിടുന്ന് എൻട്രി എക്സിറ്റ് ആകാൻ വേണ്ടി കറക്റ്റ് ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അതിനനുസരിച്ച് വാഹനങ്ങൾ കൊണ്ട് വരും. ഇവിടുന്ന് അതുപോലെ വാഹനങ്ങൾ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞതാ. ഇവരൊക്കെ എല്ലാവരും ഇതിലേ തന്നെ പോകുന്നു. ഇങ്ങനെ പോയാലൊന്നും ശരിയാവില്ല കേട്ടോ. നമ്മുടെ NH66 മൊത്തം കൊളാവും. എന്താ ചെയ്യുക? എന്തായാലും കുറച്ച് നേരം നമുക്ക് കണ്ട് കാണട്ടോ. ഇവിടെയുള്ള വാഹനങ്ങളുടെ പോക്കുവരവുകളൊക്കെ ഒരു രക്ഷയില്ല. അത് കണ്ട് ഞങ്ങൾ കമൻ്റൊക്കെ ചെയ്യും. എന്തായാലും വേണ്ടിയില്ല.
ആ വാഹനങ്ങളാണെന്ന് തോന്നുന്നു ഇപ്പോൾ അപകടത്തിൽ പെട്ടതെന്ന് തോന്നുന്നു. ബൈക്ക് കാറിൻ്റെ മുൻഭാഗം തന്നെ അല്ലേ, അതാ ഒക്കെ തെറിച്ച് പോയിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡ് 2 വേ ആയതുകൊണ്ട് ഇപ്പം 1 വേ ആക്കി ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതിലൊന്നും പറയാനില്ല കേട്ടോ. വാഹനങ്ങൾ സർവീസ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ 6 വരിപ്പാതയിലെ എക്സിറ്റ് എൻട്രി ഇത് നമ്മളുടെയാണെന്നുള്ള ആ ഒരു ഇതോടു കൂടി ആരും പോകല്ല കേട്ടോ. അപകടം എക്സിറ്റ് എൻട്രി എത്തുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഇതെനിക്ക് പോകാം, അപ്പോൾ മറ്റവന് ഇതുപോലെ പോകാമെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാവില്ല. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് എൻട്രി ഒക്കെ ഉള്ള സ്ഥലത്ത് എല്ലാവരും പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ചില ആളുകൾ ഒന്നും നോക്കാതെ അങ്ങോട്ട് എടുത്തുവിടും. അപ്പം നമ്മൾ ഒന്നിനുമില്ലാത്ത ആളുകളായിരിക്കും അപകടത്തിൽപ്പെടുക. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാ മലാപ്പറമ്പ് കഴിഞ്ഞ പാടത്തന്നെയുള്ള അണ്ടർപാസ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബേങ്ങേരി ബോർഡ്. നേരെ നമ്മുടെ അവിടെ ഏരോ മാർക്ക് ഇടത്തോട്ടായിരുന്നു കൊടുത്തത്, അതവർ മാറ്റി കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ കറക്റ്റ് എൻട്രി. അവിടെ എൻട്രി ഓൺലി എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ആളുകളും എക്സിറ്റ് അടിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവിടെ കാര്യമായിട്ട് മലാപ്പറമ്പ് കഴിഞ്ഞില്ലെങ്കിൽ സർവീസ് റോഡിൽ വേങ്ങേരിക്ക് കയറാനുള്ള വഴിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവർ മോൾ ഭാഗത്ത് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്ത് അവർ ഒരു എക്സിറ്റ് കൊടുത്തത്. എക്സിറ്റ് അവിടെ ആദ്യം ഒഴിവുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്ങനെ എന്താണെന്നുള്ളൊരു മാർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ കുറച്ച് കാലം ഒന്ന് പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് കറക്റ്റ് എൻട്രി കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഭാഗത്തു കൂടി എൻട്രി അടിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ആ വഴി എൻട്രി അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപകടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നടക്കുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും. 6 വരിപ്പാതയിൽ നിന്ന് സ്പീഡിൽ വന്നിട്ട് എക്സിറ്റ് ആകുന്ന ആളുകളും പിന്നെ അതുപോലെ സർവീസ് റോഡിലൂടെ സ്പീഡിൽ പോകുന്ന ആളുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ജീവൻ അവൻ തന്നെ സംരക്ഷിക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തത് ഞാൻ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറം ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്ത് ക്യാമറ ഉണ്ട്. അതൊക്കെ അവിടെ ക്യാമറ ഒക്കെ ഓണാണ് ഇപ്പം. പക്ഷേ ഫൈനുകൾ വരാൻ തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഫൈനുകൾ ഇനി ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ കേട്ടോ. ആ കാറുകാരൻ ഇത് കാണിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ബൈ ബൈ.